ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതിയോടായിട്ട് രവി വന്നിട്ട് പറയാണ്, മോള് വന്നതിന് ശേഷമാണ് അച്ഛന് സമാധാനമായത്. നേരത്തെ സച്ച് എത്ര വൈകി വന്നാലും അവൻ വന്നതിന് ശേഷമേ എനിക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവൻ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വളരെയധികം സന്തോഷവാനാണെന്നൊക്കെ രവി പറയുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സച്ചിക്ക് വേണ്ടിയുള്ള കോഫിയൊക്കെ എടുത്തുകൊണ്ട് രേവതി ചെല്ലുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഈ ഒരു കോഫി കുടിച്ചാലൊന്നും എനിക്ക് സമാധാനമാവുകയില്ല. ഇങ്ങനെയുള്ള ഭാര്യമാരുള്ളവർക്ക് എപ്പോഴും മദ്യത്തിൽ വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ ചന്ദ്ര രവിയോടായിട്ട് ഇന്നലെ സച്ചി 4 കാലാണ് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല കേട്ടോ. ഇതിനിടയിൽ സച്ചി കുളിക്കാനായിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയുടെ കീ ബെഡിലേക്കായിട്ട് ഇടുകയാണ്. എന്നാൽ രേവതി വേഗം തന്നെ അതെടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം സച്ചി നോക്കുന്ന സമയത്ത് വണ്ടിയുടെ കീ കാണാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ രവിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന നേരത്തെ രവി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ബോധം ഉണ്ടാവാനാണ്? ഇന്നലെ 4 കാലല്ലേ വന്നത്, ഒരു പക്ഷേ നിന്റെ കാറ് വരെ മറന്നു പോയി കണക്കിനെന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അതൊരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നുന്നു കേട്ടോ. ഈ ഒരു സമയം തന്നെ രേവതിയുടെ അടുത്ത് താക്കോൽ എവിടെയെന്ന് അന്വേഷിക്കും മോളെ എന്ന് പറയുന്ന സമയത്ത് രേവതി താൻ എടുത്ത് വെച്ചിരിക്കുന്ന താക്കോൽ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇത് അടുക്കളയിലുണ്ടായിരുന്നു. സച്ചേട്ടൻ ഇന്നലെ രാത്രി വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് മറന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി താൻ അടുക്കളയിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രവി കണക്കിന് തന്നെ സച്ചിയെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം രേവതി അടുക്കളയിലേക്ക് പോയതിന് തൊട്ട് പിന്നാലെ തന്നെ സച്ചി അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം പറയുന്നത്, നീ മനഃപൂർവ്വം താക്കോലെടുത്ത് മാറ്റിയിട്ടാണെന്ന് എനിക്കറിയാം, ഞാൻ വെള്ളം അടിച്ചാണ് വന്നതെന്ന് അച്ഛനെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയുടെ ആരോഗ്യം നന്നായിട്ട് നോക്കണം, ഇങ്ങനെ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ആരോഗ്യം നശിക്കുമെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി വേഗം എന്ന് പറയുന്നത്, നീ മിണ്ടരുത്, എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇതിലെ രേവതിയെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.